വെൽക്കം ബാക്ക് ടു ലോർഡ് ശിവ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കൈലാസനാഥിൻ്റെ 16ാമത്തെ എപ്പിസോഡാണ്. നിന്റെ പിതാവിൻ്റെ സമക്ഷത്തിൽ കേൾപ്പില്ലാത്തവരാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തരായ പഞ്ചഭൂതങ്ങൾ പോലും. പിന്നെ നീ ആരെയാണ് സതി ഭയക്കുന്നത്? അത്രയും ശക്തിശാലി ആരുമില്ലെന്ന് ദക്ഷൻ പറയുന്നു. അപ്പോഴും ശിവശക്തികൾ എന്തിനാണ് തന്നെ പിന്തുടരുന്നത് എന്ന് തന്നെയാണ് സതി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേൾക്കുന്ന ദക്ഷൻ, നീ ജലം പകർന്നുകൊണ്ടിരിക്കുന്ന ലതാദികൾക്ക് വല്ലതും സംഭവിച്ചാൽ നിനക്ക് വിഷമമാകില്ലേ? അതുപോലെ നിന്നെ എന്നിൽ നിന്നും അകറ്റി അവർ എന്നെ വേദനിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് ദക്ഷൻ പറയുന്നു. ശേഷം വായുദേവനെയും സഭയിലേക്ക് വിളിച്ചു വരുത്തി നെൽക്കതിർ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ദക്ഷൻ ആജ്ഞാപിക്കുന്നു. എന്നാൽ വായുദേവനും തോറ്റുമടങ്ങുന്നു. ഇപ്പോഴും നിനക്ക് ഭയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇപ്പോൾ എനിക്ക് ഭയമില്ല, പക്ഷേ എന്നാണ് ഈ സമസ്യകൾക്ക് ഒരവസാനമെന്ന് സതി ചോദിക്കുന്നു. അതുതന്നെയാണ് അവരുടെയും ലക്ഷ്യം, നിന്നെ വേദനിപ്പിച്ച് വിവശയാക്കി പരാജയപ്പെടുത്തുക എന്നത്. എന്നാൽ അവർക്ക് നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് നീ തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ സമസ്യകൾക്കെല്ലാം അവസാനമാകുമെന്ന് ദക്ഷൻ പറയുന്നു. എന്നാൽ അപ്പോഴും സതിയുടെ മനസ്സിൽ എവിടെയോ ആശങ്ക ബാക്കിയുണ്ടായിരുന്നു. ഇത് മനസ്സിലായ ദക്ഷൻ വീണ്ടും സതിയോട് അന്ന് ദധീചി മഹർഷിയുടെ ആശ്രമത്തിൽ പോയ ദിവസം ഓർത്തെടുക്കുവാൻ സതിയോട് പറയുന്നു. നീ സ്വമേധയാ പോയതാണോ, അതോ നിന്നെ ഒരു തവണയെങ്കിലും അവിടേക്ക് എന്തെങ്കിലും ആകർഷിച്ചതായി നിനക്ക് തോന്നിയില്ലേ? അവിടെ ചെന്നതും ദധീചി മഹർഷി പലവിധമായ കാര്യങ്ങൾ പറഞ്ഞ് നിന്നെ ഭ്രമിപ്പിച്ചു എന്നൊക്കെ ദക്ഷൻ പറയുന്നത് കേട്ട് അന്നത്തെ ആ ഓർമ്മകളിലേക്ക് പോവുകയാണ് നമ്മുടെ സതി. ഒരു ചിത്രശലഭത്തിനെ കണ്ട് താൻ വഴിയറിയാതെ കാട്ടിൽ പെട്ടുപോകുന്നതും, ശേഷം ദധീചി മഹർഷിയെ കാണുന്നതും, ദധീചി മഹർഷി കൊട്ടാരത്തിലേക്ക് വരുന്നതും, ശിവലിംഗ പ്രതിഷ്ഠയും ശിവന്റെ പ്രത്യക്ഷപ്പെടൽ, അങ്ങനെയെല്ലാം സതീദേവിയുടെ മനസ്സിലേക്ക് വരികയാണ്. പ്രായശ്ചിത്തം ചെയ്ത സമയവും ശിവനും കൂട്ടരും പ്രയോജനപ്പെടുത്തി മാനസികമായി തകർന്ന സതിയെ അങ്ങനെ എല്ലാ തരത്തിലും ദക്ഷനെതിരെയുള്ള മാധ്യമമാക്കുകയായിരുന്നതായി ദക്ഷൻ സതിയെ ബോധിപ്പിക്കുന്നു. ശരിയാണ്, ഞാൻ അജ്ഞയായിരുന്നു, ഇതെല്ലാം അവരുടെ മായയായിരുന്നു. ഇപ്പോഴെൻ്റെ തെറ്റിദ്ധാരണകളെല്ലാം മാറി, എൻ്റെ കണ്ണുകൾ അങ്ങ് തുറന്നിരിക്കുന്നു. ഇന്നു മുതൽ എനിക്കൊരു ചിന്താക്കുഴപ്പവും ഉണ്ടാകില്ല. ഇന്നു മുതൽ ഞാൻ ഉണർന്നിരിക്കും. എന്നെ മാധ്യമമാക്കി ഒരു ദുർശക്തിയും അങ്ങയോട് അടുക്കുകയില്ലെന്നും സതി പിതാവിന് വാക്ക് നൽകുന്നു. ഇത് കേൾക്കുന്ന ദക്ഷനും സന്തോഷമാകും. ശേഷം മന്ത്രിയോട് താനൊരു മഹാസഭ വിളിച്ചുകൂട്ടാൻ ഉദ്ദേശിക്കുന്നതായി ദക്ഷൻ പറയുന്നു. അതിനെപ്പറ്റിയുള്ള വിശദവിവരങ്ങൾ ഇന്ദ്രദേവനോടും ചന്ദ്രദേവനോടും സപ്തർഷികളോടും ചർച്ച ചെയ്യേണ്ടത് അനിവാര്യമാണ്. അതിനുവേണ്ട ഏർപ്പാടുകൾ ചെയ്യാനും ദക്ഷൻ മന്ത്രിയോട് ആജ്ഞാപിക്കുന്നു. ശേഷം കൈലാസമാണ് കാണിക്കുന്നത്. നന്ദി ഒഴുക്കിവിട്ട ശിവനാമം എഴുതിയ താമരപ്പൂക്കൾ നോക്കി നിൽക്കുകയാണ് സാക്ഷാൽ മഹാദേവൻ. എന്തോ ചിന്തയിലാണ്ട് നിൽക്കുന്ന ഭഗവാന്റെ അടുത്തേക്ക് പ്രേതവും ഭൂതവും കടന്നു വരുന്നു. ഭഗവാന്റെ അടുത്തേക്ക് വന്ന് നന്ദിയെക്കുറിച്ചുള്ള കുറ്റം പറയുകയാണ് രണ്ടാളും വന്നപാടെ. നന്ദിക്കിപ്പോൾ കൈലാസത്തിലെ കാര്യങ്ങളിൽ ഒന്നും യാതൊരു ശ്രദ്ധയുമില്ല. ഇവിടം ആകെ എവിടുന്നോ കുറേ കമലപുഷ്പങ്ങൾ കൊണ്ട് വിതറിയിരിക്കുകയാണ്. കൈലാസം ആകെ വൃത്തികേടാക്കി. ഇതിൻ്റെയൊക്കെ ഒരാവശ്യം എന്തായിരുന്നു എന്നൊക്കെ പ്രേതവും ഭൂതവും ചോദിക്കുമെങ്കിലും നന്ദിക്ക് എന്നോട് അതീവ പ്രിയമാണെന്ന് മാത്രം പറഞ്ഞ ശേഷം ചെറുപുഞ്ചിരിയോടെ മഹാദേവൻ അവിടെ നിന്നും പോകുന്നു. പുറകെ ചെല്ലുന്ന ഭൂതഗണങ്ങൾ, അപ്പോൾ ഞങ്ങൾക്ക് അങ്ങയോട് സ്നേഹമില്ലെന്നാണോ പറയുന്നതെന്ന് ചോദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മറുപടി, അതുകൊണ്ടാണല്ലോ നിങ്ങൾ എന്നോടൊപ്പം ഇരിക്കുന്നത്. ഞാൻ നിങ്ങളെയെല്ലാം ഒരുപോലെ സ്നേഹിക്കുന്നു എന്നും മഹാദേവൻ പറയും. ശ്മശാനത്തിലേക്ക് നമുക്ക് പോകാം. കുറച്ചുനാൾ അവിടെ തങ്ങുവാനും ഭൂതഗണങ്ങൾ മഹാദേവനെ ക്ഷണിക്കും. തീർച്ചയായും വളരെ വേഗം തന്നെ ഒരു നാൾ ഞാൻ വരുമെന്ന് മഹാദേവനും മറുപടി പറയും. അപ്പോൾ അതാ നന്ദി അവിടേക്ക് വരുന്നു. മഹാദേവനെ വണങ്ങിയ ശേഷം ഭൂതഗണങ്ങളോട്, ഇവിടെയും എത്തിയോ? ഇവരുടെ ഉദ്ദേശം അങ്ങയെ സംസാരസാഗരത്തിൽ നിന്നും അകറ്റുക എന്നതാണ് എന്ന് മഹാദേവനോട് നന്ദി പറയും. ഇതിൽ തെറ്റ് ഭൂതത്തിൻ്റെയും പ്രേതത്തിൻ്റെയുമല്ല. ഞാൻ സംസാരസാഗരത്തിൽ നിന്നും വളരെ അകലത്തിലാണ്. അകലത്തിൽ തന്നെ ആയിരിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ് പതിവ് പോലെ ഭഗവാൻ ധ്യാനത്തിലേക്ക് പോകുന്നു. ഈ സീൻ കട്ടായി സതിയെയും അതിഥിയെയുമാണ് കാണിക്കുന്നത്. അതിഥി സതിയോട് മനസ്സ് ശാന്തമായോ എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ പിതാവിനെതിരെ എന്നെ മാധ്യമമാക്കിയ ആരോടും ഞാൻ ഒരിക്കലും ക്ഷമിക്കുകയില്ല. അറിയാതെ ആകർഷിക്കപ്പെട്ടു പോയി എന്നത് ഞാൻ സമ്മതിക്കുന്നു. ആ സ്വപ്നം, ആശങ്ക എല്ലാം എന്നെ മായ പോലെ ഇപ്പോഴും പിന്തുടരുന്നുണ്ട്. എന്തൊക്കെയായാലും ഞാനറിയാതെ എന്നിലെ എന്നെ ഏതോ ഒരു ശക്തി ആകർഷിക്കുന്നുണ്ട്. പക്ഷേ സത്യം എന്താണെന്ന് ആർക്കറിയാം? ചിലപ്പോൾ എല്ലാം വെറുതെയാവാം, എല്ലാം എൻ്റെ ഭാവനകൾ മാത്രമാവാം, എൻ്റെ അജ്ഞതയായിരുന്നുവല്ലോ എന്നൊക്കെ പറഞ്ഞ് സതി കരയാൻ തുടങ്ങുന്നു. ഇത് കേൾക്കുന്ന അതിഥി സതിയെ തിരുത്തുന്നു. പ്രജാപതി ദക്ഷന്റെ പുത്രിയായതുകൊണ്ട് നിനക്ക് തെറ്റുപറ്റുകയില്ല എന്ന് കരുതരുത്. തെറ്റ് സംഭവിച്ചാൽ അത് തിരുത്താനുള്ള മനസ്സ് പ്രജാപതിയുടെ പുത്രിക്ക് ആവശ്യം തന്നെയാണ്. അതുതന്നെയാണ് നീ ചെയ്തതും. അതുകൊണ്ട് നീ ഒട്ടും വിഷമിക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞ് അതിഥി സതിയെ സമാധാനിപ്പിക്കുന്നു.
അതിഥി പറയുന്നത് കേൾക്കുമ്പോൾ സതിക്കും സന്തോഷമാകും. ശേഷം അതിഥി ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുന്നു. സതി ഈ സമയം സന്തോഷത്തോടെ ഉദ്യാനത്തിൽ തന്നെ നിൽക്കുകയാണ്. മഹാദേവൻ ഈ സമയം ധ്യാനത്തിലായിരുന്നുവല്ലോ. അതേസമയം തന്നെ നന്ദി മഹാദേവന് കൊടുത്ത താമരപുഷ്പങ്ങൾ കൈലാസത്തിൽ നിന്നും ഏതോ ഒരു പ്രകൃതിശക്തി ഒഴുക്കിക്കൊണ്ടങ്ങനെ പോവുകയാണ്. അങ്ങനെ ആ താമരപ്പൂ ഒഴുകി സതിയുടെ അടുത്തേക്കാണ് വരുന്നത്. മഹാദേവന്റെ നാമം എഴുതിയതിൽ ഒരു താമരപ്പൂവ് ഉദ്യാനത്തിൽ കിടക്കുന്നത് സതിയുടെ കണ്ണിൽപ്പെടുന്നു. അതുപോലെ തന്നെ പുഴ ഒഴുകി വന്ന് മഹാദേവന്റെ പാദത്തിലേക്കും ഒരു പൂ കൊണ്ടുവയ്ക്കുന്നു. മഹാദേവനും സതീദേവിയും എത്ര മനസ്സുകൊണ്ട് വേണ്ട എന്ന് വെച്ചിട്ടും പ്രകൃതി അവരെ ഒരുമിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നതായി നമുക്ക് ഈ സീനിൽ മനസ്സിലാക്കാം. സതീദേവിയും മഹാദേവനും ഒരുപോലെ താമരപ്പൂക്കൾ കയ്യിലെടുത്ത് പൂക്കളിലേക്ക് നോക്കി അങ്ങനെ നിൽക്കുകയാണ്. ഈ സീനോടെയാണ് 16ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത എപ്പിസോഡുമായി ഉടനെ കാണാം.